Next, we have something very special. The kids of... Yeah. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ വ്യൂ ബ്ലോക്ക് ആവുമേ. അപ്പൊ നമ്മൾ ഡാൻസ് കണ്ടു, പാട്ട് കണ്ടു, ഇനിയും വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും? ഞാൻ ചെറുതായിട്ട് തിയേറ്റേഴ്സും അഭിനയമൊക്കെ ചെയ്യുന്ന കാര്യം നിനക്കറിയോ? നമ്മുടെ ജിബിൻ അഭിനയിക്കുന്ന ആളാണെന്ന് എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയില്ല. കുഴപ്പമില്ല. Okay, we have crowd. You have a fan base. 2-3 ആൾക്കാർ കൈ വെക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മോളെ. ഇത് ഞാൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചല്ലാതെ നീ ഒന്ന് പറഞ്ഞേക്കണേ. So actually, Jibin is into acting and film industry. വേണ്ട 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 വേണ്ട. ഷോർട്ട് ഫിലിംസും ചെറിയ സിനിമകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ അല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം എനിക്ക് ഫ്രീ പ്രൊമോഷന് വേണ്ടി അല്ലായിരുന്നു. പക്ഷേ അതങ്ങനെ തരാന്ന് വിചാരിച്ചതാ. വേണ്ടെങ്കിൽ വേണ്ട. നമ്മൾ അടുത്ത് വരാൻ പോകുന്ന പെർഫോമൻസ് ഇസ് ഡൺ ബൈ ആർ വെരി ഓൺ ശൈലേഷ് ചേട്ടൻ. അവിടെ നാണം കുടുങ്ങി നിൽക്കുക. ചേട്ടാ ഹലോ, നമസ്കാരം. അപ്പോൾ ശൈലേഷ് ചേട്ടൻ്റെ കുറച്ച് പിള്ളേർ ഇവിടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്, ഒരു സ്കിറ്റ് പെർഫോമൻസ് ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ശൈലേഷ് ചേട്ടൻ അവരെ ട്രെയിൻ ചെയ്ത് ആകെ ഡ്രെയിൻ ആയി നിൽക്കുവാണെന്ന് തോന്നുന്നു. ചേട്ടൻ ഇങ്ങനെ എന്നെ വിളിക്കരുതേ എന്നും പറഞ്ഞാണ് അവിടെ നിൽക്കുന്നത്. എനി വിച്ച് വേസ്, ലെറ്റ്സ് പ്ലീസ് ഗിവ് ഇറ്റ് അപ്പ് for students from Malayalam class for a skit performance. നല്ലൊരു കൈയോടെ കുട്ടികളെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഓണം സദ്യ റെഡിയാണ്. സോ വിഷന്ന് തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ യു ക്യാൻ പ്ലീസ് ഗോ ആൻഡ് സ്റ്റാർട്ട് ഹാവിങ് യുവർ സദ്യ ആസ് വെൽ. കൈൻഡ്ലി എൻജോയ് ദ മീൽസ് ദാറ്റ് വി ഹവ് കെപ്റ്റ് റെഡി ഫോർ യു. താങ്ക് യു. മലയാള കവിതയെ ആധുനികതയിലേക്ക് കൈപിടിച്ചു നടത്തിയ സൈദ്ധാന്തികനായിരുന്ന ഡോക്ടർ അയ്യപ്പ പണിക്കർ സാർ. അദ്ദേഹം എഴുതിയ മോഷണം എന്ന കവിത ആക്ഷേപഹാസ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് സാമൂഹിക വിമർശനം സാധ്യമാക്കിയ ഈ കവിത കലാകൈരളിയിലെ മലയാളം വിദ്യാർത്ഥികളായ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്നു. നിക്ക് ഞങ്ങളൊന്ന് പറയട്ടെ. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ, താൻ കള്ളനെന്നു വിളിച്ചില്ലേ. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ, താൻ കള്ളനെന്നു വിളിച്ചില്ലേ. അപ്പോഴേ കോഴിയെ മോട്ടിച്ചതോ? എന്റെ വീട്ടിലെ പൂവൻകോഴിയില്ലേ, അതിനെ മോട്ടിച്ചതോ? കോഴിയെ മോഷ്ടിച്ചതോ? കോഴിയെ മോഷ്ടിച്ചതേ. കോഴീനെ മോഷ്ടിച്ചത് അത് പൊരിച്ചു തിന്നാനായിരുന്നല്ലോ. എനിക്ക് പൊരിച്ചു തിന്നാനായിരുന്നല്ലോ, പൊരിച്ചു തിന്നാനായിരുന്നല്ലോ, പൊരിച്ചു തിന്നാനായിരുന്നല്ലോ. അതൊക്കെ ഇരിക്കട്ടെ, പിന്നെ തുണിയൊക്കെ മോഷ്ടിക്കുന്നതോ? ഞങ്ങളുടെ വീട്ടിലെ ഓണക്കോടിയൊക്കെ മോഷ്ടിച്ചത് എന്തിനാ? തുണി മോഷ്ടിച്ചതോ? തുണി മോഷ്ടിച്ചത്, തുണി മോഷ്ടിച്ചെങ്കിലതേ കാണുന്നവരുടെ മാനം കാക്കാനായിരുന്നല്ലോ, അവരുടെ മാനം കാക്കാനായിരുന്നല്ലോ, മാനം കാക്കാനായിരുന്നല്ലോ, മാനം കാക്കാനായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഈ പശുവിനെ മോട്ടിച്ചതോ? ഞങ്ങളുടെ നന്ദിനി പശു ഇല്ലേ, അതിനെ എന്തിനാ മോട്ടിച്ചേ? പശുവിനെ മോഷ്ടിച്ചതോ? പശുവിനെ മോഷ്ടിച്ചതേ. പശുവിനെ മോഷ്ടിച്ചെങ്കിലത് എനിക്ക് പാല് കുടിക്കാനായിരുന്നല്ലോ, പശുവിൻ പാല് കുടിക്കാനായിരുന്നല്ലോ, പാല് കുടിക്കാനായിരുന്നല്ലോ, പാല് കുടിക്കാനായിരുന്നല്ലോ. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ. നല്ലതുവല്ലോ മോട്ടിച്ചാലുടനെ അവനെ വെറുതെ കള്ളനാക്കും നിങ്ങളുടെ ചട്ടം. നല്ലതുവല്ലോ മോട്ടിച്ചാലുടനെ അവനെ വെറുതെ കള്ളനാക്കും നിങ്ങളുടെ ചട്ടം. മാറ്റുക മാറ്റുക ചട്ടങ്ങളെയവ മാറ്റും നിങ്ങളെയല്ലെങ്കിൽ. മാറ്റുക മാറ്റുക ചട്ടങ്ങളെയവ മാറ്റും നിങ്ങളെയല്ലെങ്കിൽ.
താങ്ക് യു സോ മച്ച്. മക്കളെ 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 പോലെ 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 ലെറ്റ്സ് ഹാവ് ദ ഗുരു ഓൾസോ. ശൈലേഷ് ചേട്ടാ, ഓക്കെ, നമുക്ക് ഒന്നും കൂടെ ശൈലേഷ് ചേട്ടനും നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൈയടി കൊടുത്ത് ഓക്കെ. താങ്ക് യു സോ മച്ച് കുട്ടികളെ, താങ്ക് യു സോ മച്ച്.